किनारे तो खाली पड़े नानी नानी पगली ने नाना एवा सप नानी रेत वाली तगली ने तो मारे हाले सावा जाए तो നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 100 വർഷത്തോളം പഴക്കമുള്ള മുത്തശ്ശി കിണർ ഇനി പെരിന്തൽമണ്ണയിലെ ബ്യൂട്ടി സ്പോട്ട്. പെരിന്തൽമണ്ണ നഗരസഭയുടെയും ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നവീകരിച്ച പെരിന്തൽമണ്ണ വലിയങ്ങാടിയിലെ ബ്യൂട്ടി സ്പോട്ടിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വേറിട്ടൊരു മാതൃക തീർത്തപ്പോൾ സംസ്ഥാന പാതയോരത്തെ മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായ കിണറും പരിസരവും മനോഹരമായ വിശ്രമ കേന്ദ്രമായി മാറി. പെരിന്തൽമണ്ണ നഗരസഭയിലെ 33-ാം വാർഡിൽ ഊട്ടി റോഡിൽ മൗലാന ഹോസ്പിറ്റലിനു സമീപമാണ് ഉപയോഗശൂന്യമായ കിണറിലെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്ത് മോടി പിടിപ്പിച്ച് മനോഹരമാക്കിയത്. 97 വർഷം പഴക്കമുള്ള കിണർ പ്രദേശത്തെ ഒട്ടേറെ കുടുംബങ്ങളുടെ കുടിവെള്ള സ്രോതസ്സാണ്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഡർട്ടി സ്പോട്ടുകളെ ബ്യൂട്ടി സ്പോട്ടുകളാക്കുന്ന നഗരസഭയുടെ പദ്ധതിക്കൊപ്പം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും കൈകോർത്തപ്പോൾ നാടിന് ലഭിച്ചത് ഒന്നിച്ചിരിക്കാനും വിശ്രമിക്കാനുമുള്ള മനോഹരമായ ഒരിടമാണ്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയുടെ സഹകരണത്തോടെയാണ് വിദ്യാർത്ഥികൾ സ്നേഹാരാമം ഒരുക്കിയത്. നഗരസഭാ ചെയർമാൻ പി ഷാജി സ്നേഹാരാമം ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിച്ചു. നഗരസഭാ പരിധിയിൽ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറിയ സ്ഥലങ്ങളെ വൃത്തിയാക്കി അവിടെ ബ്യൂട്ടി സ്പോട്ടുകൾ ഒരുക്കാനുള്ള പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും വിദ്യാർത്ഥികൾ അവരുടെ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി കിണറും പരിസരവും ശുചീകരിച്ച് ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റിയത് മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്നതാണെന്നും ശുചിത്വ നഗരം എന്ന സന്ദേശവുമായി കൂടുതൽ സ്ഥലങ്ങളിൽ ബ്യൂട്ടി സ്പോട്ടുകൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഇത് മുത്തശ്ശി കിണർ എന്നാണ് അറിയപ്പെടുക. അതായത് കിണർ മുത്തശ്ശിയായി നമ്മളെ നഗരസഭയിൽ 100 വർഷം പഴക്കമുള്ള ഒരു കിണർ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് കുട്ടികൾ. ഇതിവിടെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ നാട്ടുകാരാണ്. അവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നാട്ടുകാരുടെ സഹകരണവും നഗരസഭയുടെ മേൽനോട്ടും NSS കുട്ടികളുടെ ആക്ടിവിറ്റി കൂടി ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു സ്നേഹാരാമം ബ്യൂട്ടി സ്പോട്ട് നമുക്ക് നിർമ്മിക്കാനായത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെ അഭിവാദ്യം. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് മുഹമ്മദ് സ്വാലിഹ് കിനാത്തിയിൽ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ, സ്കൂൾ പ്രിൻസിപ്പൽ ലത CM, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ഇക്ബാൽ, NSS പ്രോഗ്രാം ഓഫീസർ ലത P തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം തീം അടിസ്ഥാനമാക്കി NSS വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി. സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സംതൃപ്തി നൽകിയ ഒന്നായിരുന്നു ബ്യൂട്ടി സ്പോട്ടെന്നും നഗരസഭയുടെ പൂർണ്ണ സഹകരണം ലഭിച്ചതാണ് ബ്യൂട്ടി സ്പോട്ട് ഒരുക്കാൻ പ്രേരണയായതെന്നും NSS ലീഡർ പറഞ്ഞു. സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് അങ്ങനെ അത് ബ്യൂട്ടി സ്പോട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി. എന്നിട്ട് NSS വോളണ്ടിയേഴ്സ് എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ സഹകരിച്ചതുകൊണ്ടും വളരെയധികം അതിനെ ബ്യൂട്ടി സ്പോട്ടാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആ ഒരു കിണർ വളരെ നന്നായിട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരു കയ്യൊപ്പ് അതിൽ പതിക്കാൻ കഴിഞ്ഞതിന്. ഇപ്പം നമ്മളിനി എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. NSSൽ വന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അതിനെ അഭിമാനിക്കുന്നു. ഇങ്ങനെ ഒരു നന്മ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിന്. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ശുചിത്വ ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് കുട്ടികൾ നൽകുന്നത്. അധ്യാപകരുടെയും PTA-യുടെയും പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇത്തരമൊരു സ്നേഹാരാമം ഒരുക്കാൻ കുട്ടികൾക്ക് പ്രേരണയായത്. ചാനൽ 10 പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2024
ഇനി ഉത്സവ ദിനരാത്രങ്ങൾ ജനുവരി 18 മുതൽ 26 വരെ. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുലാമന്തോൾ.